ഫുള്ള് ലോണും ചെയ്ത് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, നല്ല പെർഫോമൻസും മൈലേജും ഉണ്ട്. ഒരു 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. സൺറൂഫ് ഉള്ള ഹോണ്ട സിറ്റി ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനം, സിംഗിൾ ഓണർ, ഫൈനൽ റേറ്റ് 5.5 ലക്ഷം രൂപക്ക് തരാം. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. ഞാൻ അടുത്ത് അതിന്റെ നേരെ അതേ സെയിം റേഞ്ചും മൈലേജും ഹോണ്ടയുടെ ആകെ ഒറ്റ ഡീസൽ എഞ്ചിനിലും പെട്രോൾ എഞ്ചിനിലും വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഫീച്ചേഴ്സുകൾ മാത്രമേ ബഡ്ജറ്റ് റേഞ്ചിലാണ്. അതെ, ഇത് ഹോണ്ട ജാസും VX ആണ്, ഡീസലാണ്, VX ആണ്. ഡെയിലി യൂസിന് മൈലേജ് കാര്യങ്ങളും കംഫർട്ടൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് അതൊക്കെ 24 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന കിടിലൻ കാറുകളുടെ ഒരു കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിട്ട്. ഏകദേശം 100-150ഓളം വാഹനങ്ങളുണ്ട്. എല്ലാ റേഞ്ചിലും എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടുള്ള വാഹനങ്ങളുണ്ട്. 7 സീറ്റേഴ്സ്, പ്രീമിയം ലെവലിലെ വാഹനങ്ങൾ, ഹാച്ച് ബാഗുകൾ, സെഡാനുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സ്പെഷ്യൽ പാർട്ടായിട്ടാണ് RB മോട്ടോഴ്സിൽ വന്നിട്ടുള്ളത്. സമീർക്കാണ് ഒരു ട്രിപ്പ് കഴിഞ്ഞ് എത്തിയതാണ് ആള്. തീർച്ചയായിട്ടും. എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പൊക്കെ? ട്രിപ്പൊക്കെ അടിപൊളിയായിട്ട് പോകുന്നത്. നമ്മള് ഹോണ്ടയുടെ കരുത്തലിക്കാൻ വേണ്ടിട്ട് ഹോണ്ടയുടെ വണ്ടി തന്നെയാണ് പോയിട്ടുള്ളത്. അപ്പൊ ആ വണ്ടികളൊക്കെയാണ് നമ്മൾ പരിചയം. ഓൺ റോഡ് ഡൽഹിയിൽ നിന്ന് ഓടിച്ചു വന്ന വണ്ടികളാണ് മിക്ക നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. സോ അത്ര നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അഷ്യൂർ ചെയ്യാൻ പറ്റൂല. 10,000 കിലോമീറ്റർ ഓൺ റോഡ് ഓടിച്ചു വന്ന് നമ്മുടെ പേജുകൾ സെർച്ച് ചെയ്താൽ തന്നെ അവർക്ക് അറിയാൻ പറ്റും. ഹോണ്ടന്റെ ഒരു കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അത്യാവശ്യം നല്ല കിലോമീറ്റർ റേഞ്ച് കാര്യങ്ങളൊക്കെ ഉള്ള വാഹനങ്ങളാണ്. RB മോട്ടോഴ്സ് ലൊക്കേഷൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് നമ്മുടെ ലൊക്കേഷൻ. വണ്ടൂര് ഊട്ടി റോഡാണ്, ഊട്ടി മൈസൂർ റോഡാണ് ഇത്. അത്യാവശ്യം നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന സ്ഥലത്ത് തന്നെയാണ്. പുളിയക്കോടായിട്ടാണ് വണ്ടി സ്ഥാപനം ഉള്ളത്. വണ്ടൂർ പുളിയക്കോട്. RB മോട്ടോഴ്സ് വണ്ടൂർ ഗൂഗിൾ ചെയ്താൽ നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ ആണ്. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ഫ്ലോ തന്നെ പറഞ്ഞോളി, ഓഫറാണ് പറഞ്ഞോളി. ഓഫർ സൺറൂഫ് ഉള്ള ഹോണ്ട സിറ്റി ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനം, സിംഗിൾ ഓണർ, ഫൈനൽ റേറ്റ് 5.5 ലക്ഷം രൂപക്ക് തരാൻ പറ്റും. ഡീസൽ ആട്ടോ. ഡീസൽ മൈലേജ് എന്ന് പറഞ്ഞാൽ നിങ്ങള് 24-25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന സൺറൂഫ് ഉള്ള ഒരു ഹോണ്ട സിറ്റി. ഓഫർ റേറ്റ് ആണ്. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ലോക്കാണ്. AC പോസ്റ്ററിംഗ്, പവർ വിൻഡോസ്, റിയറിൽ AC വെന്റ്, അതേപോലെ തന്നെ നമ്മൾ കമ്പനി സ്റ്റീരിയോ, ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. മിറർ ഇൻഡിക്കേറ്റർ, റിയർ AC കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ്. സൺറൂഫ് അടക്കം വരുന്ന ഫുൾ ഓപ്ഷൻ. VX എന്നുള്ള വേരിയന്റ് ഡീസൽ. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ഓഫറിൽ 5.5 ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാന്ന് മാത്രമല്ല മാക്സിമം 5 ലക്ഷം രൂപയുടെ അടുത്ത് ലോണും കിട്ടും. ഒരു ചെറിയ പൈസ വണ്ടി ഇറക്കാം. 50 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അതിന്റെ ഒരു നെക്സ്റ്റ് ജനറേഷൻ ആണ്, 4th ജനറേഷൻ. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു കിടിലൻ വണ്ടിയാണ്. ഒറിജിനൽ കേരള. അത് നമുക്ക് VX ആണെങ്കിൽ 17 വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് ZX. ഇതില് 10 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. എയർ ബാഗിന്റെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. സൺറൂഫ്, എല്ലാ പുഷ് ബട്ടണ്, കീലെസ് എൻട്രി, നാവിഗേഷൻ, GPS കാര്യങ്ങളൊക്കെ കമ്പനി വരുന്നതാണ്. ഇതില് എയർ ബാഗ് 10 എണ്ണം സീറ്റിലും റൂഫിലും ഡാഷിലും അതുപോലെ തന്നെ പോസ്റ്റിലും ഒക്കെ എയർ ബാഗ് ടൈപ്പ് വരുന്ന വാഹനമാണിത്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഡീസലിൽ 15 to 16 അല്ല 25 to 24 കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക് ഈ വാഹനം? ഇത് 8.25 ലക്ഷം രൂപ കൊടുക്കാം. 8.25 ലക്ഷം രൂപ ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോൺ അല്ല, 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാം. അടിപൊളി കളറാണ്. 8.25 ലക്ഷം രൂപ. അത് 2017-18 പുത്തൻ ടയർ, പുത്തൻ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനം. 8.25 ലക്ഷം. അടുത്ത അതിന്റെ ഒരു വൈറ്റ്, ഇതും സൺറൂഫ് ഉള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. ഇത് VX ആണ്. ZX-ന്റെ തൊട്ട് താഴെ വരുന്ന VX. അതിൽ തന്നെ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരും. സൺറൂഫ്, എയർ ബാഗ്, ABS. പക്ഷേ എയർ ബാഗിന്റെ എണ്ണങ്ങൾ കുറച്ച് കുറയും. ഇതിൽ 2 എയർ ബാഗ് ആണ് ഉണ്ടാവുക. ടച്ച് സ്ക്രീൻ, റിവേഴ്സ് ക്യാം, ലെതർ സീറ്റ് കാര്യങ്ങൾ, റിയർ AC, ഡയമണ്ട് കട്ട്, അലോയ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് 2 ചാർജിങ് പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ ആയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കിലോമീറ്റർ എങ്ങനെയായിരുന്നു? 140 ഓടിയിട്ടുണ്ട്. ഫുൾ കമ്പനി ഹിസ്റ്ററി, സർവീസ് റെക്കോർഡ് ഉണ്ട്. ഒറിജിനൽ കേരള വാഹനമാണ്. ഡീസലാണ്. ഡീസലിൽ 24 to 25 കിലോമീറ്റർ നിങ്ങൾക്ക് മൈലേജ് കിട്ടും. ലോക്കൽ ഓട്ടത്തിൽ തന്നെ 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. ലോങ് ഡ്രൈവിൽ നിങ്ങൾക്ക് നല്ല നാഷണൽ ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞാൽ 28-30 കിലോമീറ്റർ ഒക്കെ നമുക്ക് കിട്ടിയ അനുഭവം ഉണ്ട്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്ക് A90 വണ്ടി, A90 ഫുള്ള് ലോണും ചെയ്തു. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് അതിന്റെ ഒരു 7 സീറ്റർ നോക്കുന്നവർക്ക്, 7 സീറ്റർ ആണെങ്കിലും ഇതിന്റെ ഒരു പ്രത്യേകത മൈലേജ് തന്നെയാണ്. മൈലേജ് 20 കിലോമീറ്റർ കൺഫേം ആയിട്ട് മൈലേജ് കിട്ടും. 20ന്റെ മുകളിൽ നമുക്ക് കിട്ടിയ വാഹനമാണ്. 20ന്റെ മുകളിൽ എന്തായാലും 20 എന്തായാലും കിട്ടുന്ന വാഹനമാണ്. BRV എങ്ങനെയായിരുന്നു മോഡൽ? ഇത് ഏറ്റവും ടോപ്പ് വേരിയന്റ്. ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ഇപ്പോ
ഡീസലിൽ ഫുൾ ഓപ്ഷൻ VX, ലെതർ സീറ്റും സ്റ്റാരിംഗ് കൺട്രോളും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്ന വാഹനം. റിയറിൽ വൈപ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെൻട്രൽ AC, ഡയമണ്ട് കട്ട് വീല്, ഇതിന്റെ പെട്രോളും നമ്മളെ കയ്യിലുണ്ട് സ്റ്റോക്ക്, ഡീസലും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി കേരള വാഹനം ഉണ്ട്, നമ്മളടുത്ത് റീ രജിസ്ട്രേഷൻ വാഹനം ഉണ്ട്. അപ്പൊ ഇതിന് റേറ്റ് എന്ന് പറഞ്ഞാൽ A20 കൊടുക്കാം. A20 ഫുള്ള് ലോൺ ചെയ്തു. ഫുള്ള് ലോൺ. ഇതാണ് അതിന്റെ ഒരു അതർ സ്റ്റേറ്റ് വെഹിക്കിൾ. ഇത് എങ്ങനെയായിരുന്നു? ഹരിയാന രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതിപ്പോ പേര് എന്റെ പേരിലോട്ട് NOC ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തന്നെ വാഹനം പർച്ചേസ് ചെയ്ത് നമ്മൾ തന്നെ ഒരു ലേഡിന്റെ പേര് നമ്മൾ വാഹനം എടുക്കുന്നത്. ഒരു ലേഡി ഓണർ ആണ് വാഹനം. 1/28 ഞാൻ അവിടുന്ന് പർച്ചേസ് ചെയ്തത്. ഷോറൂമിൽ നിന്നാണ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ എടുത്തത്. എല്ലാം വെരി പെർഫെക്റ്റ് വണ്ടിയാണ്. നമ്മൾ റോഡിലൂടെ ഓടിച്ചു പോകുന്ന വാഹനം. ഡൽഹിയിൽ നിന്ന് ഇതുവരെ ഓടിച്ചു പോകുന്ന കണ്ടെയ്നർ കയറ്റി വിട്ടല്ല, ഡയറക്റ്റ് ഓടിച്ചു പോകുന്നതാണ്. അപ്പൊ 3000 കിലോമീറ്ററോളം ഞാൻ ഓടിയ അനുഭവത്തിൽ പറയാണ് വണ്ടി പക്ക കണ്ടീഷൻ. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 5,85,000 രൂപ NOC കൊടുക്കാം. ഇനി നമ്പർ ആക്കിയിട്ടാണെങ്കിൽ 6.25, 6.5 ഉള്ളിൽ നമുക്ക് കൊടുക്കാം. അടുത്തതാണ് നമുക്കൊരു കിള്ളം വാഹനമാണ്. അതായത് നമുക്ക് മൈലേജ്, അതേപോലെ തന്നെ ഒന്നുകൂടി യൂട്ടിലിറ്റി വാഹനമാണെന്ന് പറയാം. കാരണം നമുക്ക് സൺറൂഫ്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങളും പ്ലസ് മൈലേജും കൂടി വരുന്ന ഒരു വാഹനമാണ് ഹോണ്ട WRV. കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യാൻ കാരണം ഒന്ന് നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്നുകൂടി കൂടുതലായിട്ട് കിട്ടുന്ന വാഹനമാണ്. മൈലേജും അത്യാവശ്യം നല്ല മൈലേജും ഒരു ഫാമിലി യൂസിന് പറ്റിയ ഒരു വാഹനമാണ്. കാരണം അത്യാവശ്യം കോമ്പാക്ട് XUV ആണ്. നല്ല മൈലേജ് ഉള്ള വാഹനത്തിൽപ്പെട്ട വാഹനമാണ് WRV. ഈ ഒരു വാഹനം സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ്. VX എന്നുള്ള ഡീസലിൽ ഫുൾ ഓപ്ഷൻ 18 മോഡൽ. നമുക്ക് 3.25 ലക്ഷം രൂപ കൊടുക്കാം. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുള്ള് ലോണും ചെയ്യാൻ പറ്റും. ഞാൻ അടുത്ത് അതിന്റെ നേരെ അതേ സെയിം റേഞ്ച് മൈലേജും ഹോണ്ടയുടെ ആകെ ഒറ്റ ഡീസൽ എഞ്ചിനിലും പെട്രോൾ എഞ്ചിനിലും വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഫീച്ചേഴ്സ് ബഡ്ജറ്റ് റേഞ്ചിലാണ്. അതെ, ഇത് ഹോണ്ട ജാസും VX ആണ്. ഡീസലാണ്, VX ആണ്. 1.25 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. മെക്കാനിക് കാര്യങ്ങളൊക്കെ ഫിറ്റ് ആണ്. ഇതിന്റെ ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ 4 ഒരുമിച്ച് മാറിയ JK ടയർ ഉണ്ട്. അലോയ്, അതുപോലെ തന്നെ ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന വാഹനമാണ് കേട്ടോ. VX എന്നുള്ള വേരിയന്റിൽ ഏറ്റവും ടോപ്പ് നല്ല ഫാൻസി നമ്പർ 5050 KL 55P 5050 ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനം. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് 4,90,000 നമ്മൾ ചോദിച്ചിട്ടുള്ളത്. മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഓഫറിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. ഒന്ന് ഇഷ്ടപ്പെട്ടാൽ നമ്മൾ മാക്സിമം കുറച്ച് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? ഒരു 50 രൂപ താഴെ ഡൗൺ പേയ്മെന്റ് ഈ വണ്ടി ഇറക്കാൻ പറ്റുന്ന വാഹനമാണ്. 24 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ എഞ്ചിനിൽ 5 ലക്ഷത്തിന്റെ താഴെ ബഡ്ജറ്റ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇതിനെ കഴിഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉള്ളൂ വേറെ. കാരണം ഹോണ്ടയിലാകുമ്പോൾ നമുക്ക് കമ്പാരിറ്റീവ്ലി നമുക്ക് അതുപോലെ തന്നെ ഒരുപാട് ലോങ് പോകുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഫീലിംഗ് അറിയാത്തൊരു വാഹനം. അത് കംപ്ലൈന്റ് നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യൂല. അത്രയും നല്ല യാത്ര കംഫർട്ടാണ്. ഫാമിലിക്ക് നമുക്കൊരു സെഡാന്റെ സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. ഇത് നമുക്ക് ഒന്നുകൂടെ നമുക്കൊരു ബഡ്ജറ്റ് പ്ലസ് ഒരു ഫാമിലിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഹുണ്ടായുടെ ഗ്രാൻഡ് ഐട്ടൺ ആണ്. അതും മാഗ്ന എന്നുള്ള വേരിയന്റിൽ വരുന്ന വാഹനം. മിഡിൽ ഓപ്ഷൻ ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട്, റിയർ AC, അതുപോലെ തന്നെ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മൈലേജ് ആണെങ്കിൽ ഒരു 17-18 മൈലേജും കിട്ടൂല. ആൻഡ്രോയിഡ് സ്റ്റീരിയോ അവർ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 15 മോഡൽ, 16 ഡെലിവറി, 16 രജിസ്റ്റർ ഉള്ള വാഹനമാണ്. കമ്പനി സർവീസ് ഉണ്ട്. 1.2 ലിറ്റർ മാഗ്നയാണ്. റിയറിൽ നമുക്ക് AC വെന്റ് ഒക്കെ 4 ടയർ ഒരു 90%, 85% മുകളിൽ ടയറും ഉണ്ട്. വേറെ ആക്സിഡന്റ്, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഒരു മിനി കോമ്പാക്ട്, മിനി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം. ചെറിയൊരു ഫാമിലിക്കൊക്കെ പറ്റിയൊരു വാഹനമാണ്. 3,20,000 രൂപ കൊടുക്കാം. ചെറിയ പ്രൈസിനും ഉണ്ടോ? ലോൺ നമുക്ക് ഒരു 3 ലക്ഷം രൂപ ലോൺ ചെയ്യും. 20,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി കൊടുക്കാം. ഇനി ഏറ്റവും കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്യുന്ന ഒരു വാഹനമാണ്. കാരണം ഇതിന്റെ മൈലേജും മെയിൻ്റെനൻസ് ഇല്ല തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇല്ല, പൊളിച്ചടുക്കി കൊണ്ടിറക്കാം. ആ ഒരു പർപ്പസിൽ ടയോട്ട ഇറക്കിയ ഒരു വാഹനം തന്നെയാണ്. പൊതുവെ കാരണന്മാര് പറയും കന്നു കൂട്ടാൻ പറ്റുന്ന വണ്ടിയാണെന്ന് പറയും. അത് അത്രയും പൊളിച്ചടിക്കാലും അത്രയും ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം. 20 കിലോമീറ്റർ മൈലേജ്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? 2018 10-ാം മാസം വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പ്. ഇത് ഡൽഹി രജിസ്ട്രേഷൻ ആണ്. കമ്പനി വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന VXD ലിമിറ്റഡ് എഡിഷൻ വരുന്ന വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്. ഒരു കളർ ടൂൺ എല്ലായിടത്തും ഉണ്ട്.
ഉണ്ട്. കമ്പനി സർവീസ്. ഇന്ന് ഈ കേരളത്തിൽ ഈ വണ്ടി എടുക്കണമെങ്കിൽ 8 ലക്ഷം രൂപന്റെ മുകളിൽ വില ഉണ്ട് ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ. ഡീസൽ എഞ്ചിനില് സിംഗിൾ ഓണർ ഇതേ ഒരു കണ്ടീഷനുള്ള വാഹനം നിങ്ങൾ എടുക്കണമെങ്കിൽ മിക്ക ഷോറൂമുകളിൽ നിങ്ങൾ അന്വേഷിച്ചറിയാം 8 ലക്ഷം രൂപന്റെ മുകളിൽ വിൽപ്പനയുള്ള വാഹനം ഇന്ന് ഓഫർ റേറ്റിന് RV മോട്ടോഴ്സിലാണ് ഇപ്പോൾ ഉള്ളത്. നിലവിൽ ഒന്നും ചെയ്തിട്ടില്ല, വന്ന കണ്ടീഷനിലാണ്, ഒരു മണിക്കൂർ പോലും വണ്ടി വന്നിട്ട് ആയിട്ടില്ല. ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റിന് 5,90,000 രൂപ കൊടുക്കാം. 5,90,000 അതും സർവീസ് ബുക്ക്, സെക്കൻഡ് കീ, സിംഗിൾ ഓണർഷിപ്പാണ്. ഇത് A to Z കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. 4 ടയറും പുതിയതാണ്. പുത്തൻ ഇൻഷുറൻസ്, B2B ഇൻഷുറൻസ് ഉള്ള വാഹനം. അപ്പൊ അത്രയും പക്കായിട്ടുള്ള വണ്ടി, അത്രയും പക്കായിട്ടുള്ള വാഹനം. അടുത്ത തവണ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് മാരുതിയിലൊരു SUV നമ്മൾ ചൂസ് ചെയ്യാൻ ഒരാള് സജസ്റ്റ് ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ എസ്ക്രോസ് ആണ്. അതിന്റെ നെക്സ ബ്ലൂ കളറിലൊക്കെ വരുന്ന ഒരു കിടിലൻ വാഹനം. ഇത് ഡീസൽ ആണോ പെട്രോൾ ആണോ? ഡീസൽ എഞ്ചിനാണ്. ഡീസൽ എഞ്ചിനാണ്. സോ ഒരു മൈലേജ് ഒരു 20 എന്തായാലും കൺഫേം ആയിട്ട് പറയാം. തിരൂർ രജിസ്ട്രേഷൻ ആണ്. ഒറിജിനൽ കേരള ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനമാണ്. KL 55 വൈല് ഇപ്പൊ നമ്മളെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇപ്പൊ ഉള്ളത്. വണ്ടി മേജർ ആക്സിഡന്റ്, ടോട്ടൽ ലോസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ഏറ്റവും ടോപ്പ് എൻഡ് ആണോ? ആൽഫ ലെതർ സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത് നമുക്ക് 6.5 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. 7 ലക്ഷം രൂപ ലോൺ ചെയ്യും. അതായത് 1 ലക്ഷം രൂപ ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന ഡീസലില് മൈലേജ് ഇടുന്ന ഒരു കിടലം ഏറ്റവും ഫുൾ ലോഡ് SUV. അടുത്ത ഇനി നമുക്ക് ഇതാണോ ഇവിടെ അങ്ങോട്ട് ക്രെറ്റകൾ ഒരു കിള്ളം 3 ഐറ്റം ഉണ്ട്. റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാല് കംപ്ലൈന്റ് തീരെ കുറവുള്ള ഒരു ജനറേഷൻ ക്രെറ്റയിൽ എന്ന് പറഞ്ഞാല് ഈ ഒരു ഫസ്റ്റ് ജനറേഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കി ഒരു അഡ്രസ് ഉണ്ടാക്കി കൊടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ക്രെറ്റ തന്നെയാണ്. തീർച്ചയായിട്ടും ഡീസലോ ആണ്, ഓട്ടോമാറ്റിക് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 മോഡൽ സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക്കില് ഫുൾ ഓപ്ഷൻ വണ്ടി. അതും XX ഓപ്ഷൻ വരുന്ന വാഹനമാണ്. വേറെ അപാകതകൾ, റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ എല്ലാ ഭാഗവും ഓക്കെയാണ്. പിന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് പ്രൈസ് വന്നിട്ടുള്ളത് 8.5 ലക്ഷം രൂപയാണ്. 8.5 ലക്ഷം രൂപയിൽ ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, നല്ല പെർഫോമൻസും മൈലേജും ഉണ്ടാവും. കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് ഇവിടെ നമുക്ക് പിന്നെ ഫാൻസി നമ്പർ അടക്കം വരുന്ന ഒരു വണ്ടിയാണ്. ഫുൾ ഓണിൽ ചെയ്യാം, 0 ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. ഒരു ഓഫർ പ്രൈസിന് ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓണിൽ. ദെൻ നമുക്ക് അതിന്റെ ഒരു കളർ ചേഞ്ച് ആണ് വൈറ്റ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യം? നമുക്ക് പ്രൈവറ്റിൽ വേണമെങ്കിൽ പ്രൈവറ്റിൽ കൊടുക്കാം. ഇപ്പൊ നിലവിൽ ടാക്സിയിലാണ് വാഹനം ഉള്ളത്. ടാക്സിയിൽ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. ഇപ്പൊ നമുക്ക് ടാക്സിയിൽ നമ്മൾ റേറ്റ് പറയുന്നത് 6.5 ലക്ഷം രൂപക്ക് വണ്ടി കൊടുക്കാം. 18 മോഡല് നമ്മളെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ ആണ്. ഈ ഒരു വാഹനം KL 42 വാഹനമാണ്. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. സിംഗിൾ ഓണർ ആയിരുന്നു. ഒറിജിനൽ കേരള വണ്ടി. നമുക്ക് 6,50,000 രൂപ ഈ ഒരു കണ്ടീഷനിൽ 6,50,000 നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പ്രൈവറ്റ് ആക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വാഹനം അതിന് ടാക്സ് എമൗണ്ട് മാത്രമേ കൂടുന്നുള്ളൂ. ലൈഫ് ടാക്സ് ഉള്ള വണ്ടിയാണ്. ചെറിയൊരു എമൗണ്ട് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൈവറ്റ് ആക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ ഫസ്റ്റ് ജനറേഷനിൽ തന്നെ ഒരു റെഡ് ഫിനിഷിംഗ് ഒരു വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡല്? 2018 മോഡലാണ്. അഡീഷണൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു? 18 മോഡല് സിംഗിൾ ഓണർ. അതും 1.4 E+ തരുന്ന വാഹനം. ഡീസൽ ഇതില് അന്ന് 2 എഞ്ചിനാണ് വന്നിരുന്നത്. മൈലേജ് വേണമെന്നുള്ളവർക്ക് 1.4 നല്ലൊരു ഓപ്ഷൻ ആണ്. അതേപോലെ 1.6 പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. ഏകദേശം 20 കിലോമീറ്റർ മൈലേജും കിട്ടും. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. വേറെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. 1.20 ഓടിയിട്ടുണ്ടെങ്കിലും അതിന്റെ കമ്പനിയിൽ നിന്ന് അതിന്റെ ടൈമിംഗ് ചെയിനും കാര്യങ്ങളൊക്കെ ഷോറൂമിൽ നിന്ന് മാറിയിട്ടുണ്ട്. അപ്പൊ എടുക്കുന്ന കസ്റ്റമർക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ് ആണ്. ഈ വാഹനം നമുക്ക് A90 വണ്ടി കൊടുക്കാൻ പറ്റും. A90 മാക്സിമം ലോണും ചെയ്ത് കൊടുക്കും. അടുത്ത തവണ മാരുതിന്റെ ഒരു 7 സീറ്റർ നോക്കി നടക്കുന്നവർക്ക് ഒരു കിട്ടുന്ന എർട്ടിക വന്നിട്ടുണ്ട്. അത് നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള മോഡലാണ്. ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. കണ്ണൂര് തളിപ്പറമ്പാണ് രജിസ്ട്രേഷൻ വരുന്നത്. ഡീസൽ വണ്ടിയാണ്. അപ്പൊ ഒരു 18-20 കിട്ടുന്ന മൈലേജ് കിട്ടുന്ന നമ്മൾ BRV പറഞ്ഞ പോലെ തന്നെ ഏകദേശം ആ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു 7 സീറ്റർ. ഈ ഒരു എർട്ടിക നമ്മൾ എടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ ചെറിയൊരു എഞ്ചിൻ വൈബ്രേഷൻ കുറച്ച് കൂടിയത് കാരണം നമ്മൾ എഞ്ചിൻ വർക്ക് പൂർണ്ണമായിട്ട് എടുത്ത വാഹനമാണ്. ഏകദേശം 90,000 രൂപ കൊടുത്ത് എഞ്ചിൻ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ZDA ആണ്. ഡുവൽ എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ് ഒക്കെ കമ്പനി ഇൻബിൽഡ് വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനമാണ്. 13 ഡെലിവറി, 13 രജിസ്റ്റർ വരുന്ന ഈ ഒരു വാഹനം 1.5 ഓടിയിട്ടുള്ളത്. ഇപ്പൊ അതിന്റെ മെക്കാനിക്കൽ ഭാഗം നിങ്ങൾ പേടിക്കണ്ട. ഫുള്ള് എഞ്ചിൻ വർക്ക്, 100% ഗ്യാരണ്ടി ആണ്. പമ്പ് എല്ലാം നമ്മൾ വർക്ക് കഴിഞ്ഞാൽ ഫുൾ
കച്ചവടപ്പണി നമ്മൾ ഒരിക്കലും കഴിയുമ്പോൾ എടുക്കൂല, അതിന്റെ ബില്ലടക്കം നമ്മുടെ അടുത്തുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ഓഫറിൽ 420 വണ്ടി കൊടുക്കാം. 420 ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഫുൾ 3.5 ലക്ഷം വരെ ലോൺ ചെയ്തു ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ നേരത്തെ ഒരു ബ്ലൂ ഫിനിഷിംഗ് ആയിരുന്നു, എസ്ക്രോസിന്റെ ഒരു വൈറ്റ് ഫിനിഷിംഗ്. അതെ, ഇതെങ്ങനെയായിരുന്നു? ഡീസൽ അതോ പെട്രോളോ? പെട്രോൾ 21 മോഡൽ പെട്രോൾ. 20 ശേഷം പിന്നെ മാരുതിയില് ഡീസൽ വണ്ടി ഇറങ്ങിയിട്ടില്ല. 18-19 ശേഷം പിന്നെ മാരുതിയിൽ ഡീസൽ വണ്ടി ഇല്ല. അതും സിംഗിൾ ഓണർ ആയിരുന്നു, ഇപ്പൊ നമ്മളെ പേരിലോട്ട് മാറിയിട്ടുണ്ട്. സർവീസ് ബുക്ക്, സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ആൽഫയാണ് അല്ലേ? അല്ല, സീറ്റ പെട്രോൾ സീറ്റ ആണിത്. അതിലും നമുക്ക് വ്യത്യാസങ്ങൾ വരുന്നത് ലെതർ സീറ്റ് മാത്രമേ ഒരു വ്യത്യാസം വരുന്നുള്ളൂ. അതും ഇതിൽ അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡില് പെട്രോൾ എഞ്ചിനാണ്, കാര്യങ്ങളൊക്കെ ഉണ്ട്. 7.25 ലക്ഷം രൂപക്ക് ഈ വണ്ടി കൊടുക്കാം. 9 ലക്ഷം വരെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാം. പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, ക്രൂസ് കൺട്രോൾ കാര്യങ്ങൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് വരുന്നുണ്ട്. റീപ്ലേസ്, ഫ്ലഡ് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിന് നിലവിലില്ല. എത്ര ചോദിക്കുന്ന 7.25 ലക്ഷം രൂപ ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. അടുത്തൊരു ബഡ്ജറ്റ് റേഞ്ചിൽ 7 സീറ്റർ നോക്കുന്നവർക്ക് SUV 500 ഡുവൽ ടൂൺ ആണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 15 മോഡല് XUV 500 W10 മാനുവൽ വരുന്ന കാര്യങ്ങളൊക്കെ അടക്കം വരുന്ന വണ്ടിയാണ്. ഓൾ വീൽ ഡ്രൈവിൽ വരുന്ന വാഹനമാണ്. അതായത് ഇതിൽ ലിമിറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള വാഹനമാണ് 4 വീൽ ഡ്രൈവ്. 4 വീൽ ഡ്രൈവിന്റെ ഓപ്ഷനാണ് ഓൾ വീൽ ഡ്രൈവിൽ വരുന്നത്. ആ ഓപ്ഷൻ അടക്കം വന്നിട്ടുള്ള ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് ഓഫറിൽ കൊടുക്കാം. 6,70,50,000 രൂപക്ക് നമുക്ക് ഈ വാഹനം കൊടുക്കാൻ പറ്റും. 7 സീറ്റർ ആണ്, 4 വീൽ ആണ്. കൂടാതെ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഡീസൽ ഒരു 7 സീറ്റർ ആണ്. 6,70,50,000 രൂപ. 6,75 ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുൾ ലോൺ ചെയ്യാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. സിവിലും ബാങ്കിങ് ഒക്കെ ഉള്ള ആളാണെങ്കിൽ ഫുൾ ലോൺ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്തൊരു മെറാസോ ആണ്. മെറാസോന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇന്നോവനെയും കാട്ടി ഫീച്ചേഴ്സ് ഉണ്ട്, അതേ കംഫർട്ടും മൈലേജ് നോക്കുന്ന ഒരു മൈലേജ് 15 കിട്ടൂല. 17 കിലോമീറ്റർ മൈലേജ്. ഇന്നോവ ക്രിസ്റ്റയ്ക്ക് കിടപിടിക്കാൻ വേണ്ടി ഇറക്കിയ വാഹനമാണിത്. ഇത് ഏറ്റവും ടോപ്പ് നമ്മളെ ഇന്നോവയിൽ Z എന്നുള്ള വേരിയന്റിൽ ഇറക്കുന്ന ഓപ്ഷനാണ് ഇത്. അന്ന് ആവശ്യം ഇറങ്ങുമ്പോൾ ഒരു 18 ലക്ഷം രൂപന്റെ അടുത്ത് ഈ ഒരു വാഹനത്തിന് റേറ്റ് വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഈ ഒരു വാഹനം നമുക്ക് 7.5 ലക്ഷം രൂപ കൊടുക്കാം. 18 ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ കമ്പനി ഹിസ്റ്ററി മാത്രം പോയിട്ടുള്ള ഒരു ക്ലെയിമോ മേജർ ആക്സിഡന്റോ ടോട്ടൽ ലോസും ഫ്ലഡും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനമാണ് നമുക്ക് ഈ ഒരു റേറ്റിന് കിട്ടുന്നത്. ഫുള്ള് ലോൺ ചെയ്തു. കിലോമീറ്റർ 1 ലാക്ക് അബവ് ഓടിയിട്ടുണ്ട്. മൈലേജ് ആണ് ഹൈലൈറ്റ്. 17 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതും നല്ല കംഫർട്ടും ആണ്. ഫുൾ ഓണും ചെയ്യാം. അടുത്തൊരു മാരുതി സുസുക്കി വിറ്റാര ബ്രസ ഡുവൽ ടൂൺ ആണ്. ZD ആണ്. ഇത് 2017 ലാസ്റ്റ് മോഡൽ ZDA പ്ലസ് ആണ്. ഇതിനപ്പുറം വേറൊരു ഓപ്ഷൻ ഇറങ്ങിയിട്ടില്ല. നമുക്ക് 6,99,000 രൂപ കൊടുക്കാം. ഇതിലെ ക്രൂസ് കൺട്രോൾ, പുഷ് ബട്ടൺ സ്റ്റാർട്ടിങ്, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സ് തന്നെ അന്ന് വരുന്ന വാഹനമാണ്. ഇതിന്റെ വൈറ്റ് വേണ്ടവർക്ക് വൈറ്റും നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. അത് നമുക്ക് 6 ലക്ഷം രൂപ കൊടുക്കാം. അതും ZDA ആയിരുന്ന വാഹനം. ഇത് നമുക്ക് ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. 2017 ലാസ്റ്റ് മോഡൽ സിംഗിൾ ഓണർ കമ്പനി സർവീസ്, 4 യോക്കോമയുടെ പുത്തൻ ടയറും ഉണ്ട്. മേജർ ആക്സിഡന്റോ റീപ്ലേസോ കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക. 6,99 വണ്ടി കൊടുക്കാം. അടുത്ത തവണ നമുക്കൊരു റെനോ ക്യാപ്ചർ. ഇത് വലിയ അത്യാവശ്യം നമുക്ക് നല്ല സൈസ് വരുന്ന ഒരു SUV ആണ്. പക്ഷെ ഇതിൽ നമുക്ക് മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. ഇത്രയും വലിയൊരു വാഹനമാണെങ്കിൽ നമുക്ക് 18-20 മൈലേജ് കിട്ടുന്ന വലിയൊരു വാഹനമാണ്. കോമ്പാക്ട് XUV അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഒരു പവർഫുൾ എഞ്ചിനോട് കൂടിയ പവർഫുൾ ബോഡിയാണ്. അപ്പൊ നല്ല സ്പേഷ്യസും ആണ്. 2017 മോഡൽ, 18 ഡെലിവറി, 18 രജിസ്റ്റർ, സെക്കൻഡ് ഓണർ, റീപ്ലേസ് ആക്സിഡന്റ് മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല. അന്ന് ഇതിൽ വരുന്ന ഏറ്റവും ടോപ്പ് വേരിയന്റ് RXT എന്നുള്ള വേരിയന്റ് ആണ്. ക്രൂസ് കൺട്രോൾ, അതുപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള വാഹനം. ടയർ കണ്ടീഷൻ ഒരു 50% മുകളിൽ, ബാക്കിലും ഫ്രണ്ടിലും ഒരു 90% ടയർ ഉണ്ട്. ഈ ഒരു വാഹനം 85,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിട്ടുള്ളത്. 6.25 ലക്ഷം രൂപ കൊടുക്കണം. 6.25 ലക്ഷം രൂപ ഓഫർ പ്രൈസ് ആണ്. ഫുൾ ഓൺ ചെയ്യാം. ഫുൾ ഓൺ ചെയ്യാം. അടുത്തൊരു കിഡ്ലം റെനോ ഡസ്റ്റർ 19 മോഡൽ RXS വേരിയന്റ് വരുന്ന വാഹനം. സിംഗിൾ ഓണർ ആണ്. 1.15 ഓടിയിട്ടുള്ളത്. ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. നമുക്ക് 7.5 ലക്ഷം രൂപ കൊടുക്കാം. 7 ലക്ഷം രൂപ ഫുള്ള് ലോൺ ചെയ്തു. കിലോമീറ്റർ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ 1.15 ഓടിയിട്ടുണ്ട്. സിംഗിൾ ഓണർ 85 മാത്രമാണ് വാഹനമാണ്.
അപ്പോൾ അതാണ് ഇതിന്റെ മൈലേജ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്. അതെ അതെ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസും SUV ഫസ്റ്റ് തരംഗം കൊണ്ടുവന്ന മോഡൽ തന്നെയാണ് അതെ ഇതിൽ. തീർച്ചയായിട്ടും നമ്മൾ RB മോട്ടോഴ്സിന്റെ ഫസ്റ്റത്തെ ഒരു പാർട്ട് ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. അടുത്ത നല്ല ബഡ്ജറ്റ് റേഞ്ചും ഫുൾ ഓണിലൊക്കെ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇനി അവൈലബിൾ ആണ്. സോ നിങ്ങൾ കാത്തിരിക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശിക്കുക, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂർ പുളിയക്കോടാണ്, അതായത് ഊട്ടി റോഡിൽ നിലമ്പൂർ, അതായത് നമ്മൾ പെരിന്തൽമണ്ണ ഊട്ടി റോഡിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കൊടുത്തിട്ട് താല്പര്യമുള്ള നേരിട്ട് കോൺടാക്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിരുന്നു വീണ്ടും കാണാം. റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.